ഒരു മണ്ഡലകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിയെക്കുറിച്ച് നമുക്ക് ഒരു ചിന്തനം നടത്താം. എന്താണ് ശരണം വിളി? സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് മണ്ഡലകാലത്ത് ഓരോ അയ്യപ്പന്മാരും അയ്യപ്പ ഭക്തന്മാരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയും ഈ ശരണം വിളിയൊക്കെ ബൗദ്ധ സ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന്. എന്നാൽ ഇത് ശരിയല്ല. കാരണം ഋഗ്വേദത്തിൽ ഇന്ദ്ര ത്രിധാതു ശരണം ത്രിവരൂഥം സ്വസ്തിമത് എന്നും ഭാരതീ വിശ്വതുർത്തിഹ തിസ്രോ ദേവി സ്വധയ ബഹിർരേധമിച്ഛിദ്രം പാന്തുശരണം നിഷധ്യ എന്നുമുള്ള മന്ത്രങ്ങളിൽ ഇന്ദ്രനെ അഥവാ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നതിന് വേണ്ടി ശരണം വിളിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, പലയിടങ്ങളിൽ. ഈശ്വരനിൽ ശരണം പ്രാപിക്കാനുള്ള വ്യഗ്രത ഒരു ഭക്തന്റെ ഉള്ളിൽ വേണം. അപ്പോൾ ഭക്തൻ ശരണം വിളിക്കുന്നതിലൂടെ എന്താണ് നേടുക? നമ്മുടെ ശരീരങ്ങളിലെ ഓരോ തത്വങ്ങൾക്കും പ്രപഞ്ചത്തിലെ തത്തുല്യമായ തത്വങ്ങളുമായി ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, കണ്ണുകൾ സൂര്യനാണ്. പ്രപഞ്ചത്തിലെ സൂര്യന്റെ തത്വം നമ്മുടെ ശരീരത്തിൽ കണ്ണുകളാണ്. വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രനും, കണ്ണിൽ നിന്ന് സൂര്യനും, മുഖത്തിൽ നിന്ന് അഗ്നിയും, കർണങ്ങളിൽ നിന്ന് വായുവും പ്രാണനും പ്രകടമായി എന്ന് യജുർവേദത്തിൽ പറയുന്നു. മനസ്സ് ചന്ദ്രനാണെന്നും ഇവിടെ പറയുന്നു. നമ്മുടെ നാക്കിലുള്ളത് അഗ്നിയാണ്. അതുകൊണ്ട് പറയാറുണ്ട്, കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും വലുതെന്ന്. നാമം ജപിക്കുക എന്ന് പറയുമ്പോൾ നാക്കിൽ അഗ്നിയുണ്ടാകും. വാണി അഗ്നിയാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചേ പ്രയോഗിക്കാവൂ. മാത്രവുമല്ല, മനസ്സുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ വാണിയാണ്. മനസ്സിൽ എന്ത് ചിന്തയുണ്ടാകണമോ അത് ഉണ്ടാവുക നാക്കിൽ നിന്നാണ്. അഗ്നിശുദ്ധി വരുത്തിയ നാക്കായിരിക്കണം അയ്യപ്പന്മാർക്കുണ്ടാകേണ്ടത്. കാരണം നാക്കിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയുള്ള ആഹുതി തന്നെയാണ് നാമജപം. ഇങ്ങനെ നിരന്തരം അർത്ഥസംഹിതം ജപിക്കുമ്പോൾ പ്രണവബോധം ഉണ്ടായി വരും. കാരണം നാം സംസാരിക്കുന്ന ഭാഷ ഒരു വ്യക്തിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ആളുടെ സംസ്കാരവും അത്യുന്നതമായിരിക്കും. ഏറ്റവും നല്ല ഭാഷ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഋഷിമാർ ചൂണ്ടിക്കാട്ടിയത് ഇതുകൊണ്ടാണ്. നല്ല ഭാഷയെ സംസാരിക്കാവൂ. അപ്പോൾ ഏറ്റവും നല്ല ഭാഷയാണ് ശരണം വിളി. നിരന്തരം ഈശ്വര സങ്കല്പം കൊണ്ട് നിറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നിരന്തരം നമ്മൾ ഒരേ വാക്കുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ആയിത്തീരാൻ നാം തയ്യാറെടുക്കും. നമ്മുടെ ഉള്ളിലും ചെറിയ ചെറിയ മാറ്റങ്ങളുടെ അലയൊലികൾ ഉണ്ടാകും. അഗ്നിതത്വമായ നാക്ക് കൊണ്ടുവേണം നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായി അയ്യപ്പ തത്വത്തെ ദർശിക്കാൻ. നമ്മുടെ ഉള്ളിലുള്ള അയ്യപ്പ തത്വത്തെ എങ്ങനെ പുറത്തേക്ക് ശുദ്ധീകരിച്ചു കൊണ്ടുവരാമെന്നതിന് ഉത്തരമാണിത്. നിരന്തരമായ നാമജപത്തിലൂടെ ശരീരത്തിലെ അന്നമായ കോശത്തിലും, മനോമയ കോശത്തിലും, പ്രാണമയ കോശത്തിലും, വിജ്ഞാനമയ കോശത്തിലും, ആനന്ദമയ കോശത്തിലുമുള്ള മാലിന്യങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. മന്ത്രദീക്ഷ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയ ശേഷമാണ് ജപിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഗുരുസ്വാമി പറഞ്ഞതനുസരിച്ച് നിരന്തരം ശരീരത്തിലെ ആകമാനവും ബുദ്ധിയിലും മനസ്സിലും മൊത്തം ഒരു വിസ്ഫോടനാത്മകമായ പരിവർത്തനം ഉണ്ടാവുകയും സ്വയം മനുഷ്യനിൽ നിന്ന് ദിവ്യതയിലേക്ക് ഉയരുകയും ചെയ്യും. ഇതാണ് ശരണം വിളിയുടെ രഹസ്യാർത്ഥം. സ്വാമിയേ ശരണമയ്യപ്പ.